Good morning. Once again, welcome back all of you. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലെ 4 സ്റ്റെപ്പുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. 4 ക്ലാസ്സുകളിലായിട്ട് നമ്മളതെല്ലാം വ്യക്തമാക്കി. ഇനി നമുക്ക് ഇതിലെ ഓരോരോ ഭാഗങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി, പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. ഇന്ന് ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നൽകുകയാണ്. എക്സാമ്പിൾ ഇതാണ്. From the following balance sheet of Parashuram Limited for the year ended 31st December 2015 and 2016, prepare a statement showing source and application of fund. അത് ശ്രദ്ധിക്കുക, സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ആണല്ലോ അതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ഈ രീതിയിലും ചോദിക്കാറുണ്ട്. സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് കാണാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇങ്ങനൊരു അക്കൗണ്ട്, ഒരു ബാലൻസ് ഷീറ്റ് ഐറ്റംസ് നമുക്ക് നൽകിയ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ബാലൻസ് ഷീറ്റിൽ 2 വർഷത്തെ അഥവാ 31/12/2015 31/12/2016 അമൗണ്ടുകൾ അഥവാ അസറ്റും ലയബിലിറ്റിയും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ലയബിലിറ്റി സൈഡിൽ ശ്രദ്ധിക്കുക, ഷെയർ ക്യാപിറ്റൽ, ദെൻ ക്രെഡിറ്റേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ 3 ഐറ്റംസ് ആണുള്ളത്. അതുപോലെ അസറ്റ് സൈഡിൽ പ്ലാന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ഇങ്ങനെ 4 ഐറ്റംസാണ് അസറ്റ് സൈഡിലുള്ളത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് കാണേണ്ടത്? സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എത്രയെന്നുള്ളത് കാണേണ്ടത്. ഇപ്പോൾ 2 വർഷത്തേത് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണാൻ എളുപ്പമാണ്. അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഈ 3 അക്കൗണ്ടുകൾ മാത്രം, അത് മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ഇവിടെ കറണ്ട് ഐറ്റംസ് ഏതാണ് ഉള്ളത് എന്ന് നോക്കാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നിർമ്മിക്കാം. ആദ്യം നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരുന്ന 4 സ്റ്റെപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരുന്ന ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഇതിലെ കറണ്ട് ഐറ്റംസ് അതിലൊന്ന് ചേഞ്ചസ് എത്രത്തോളം ഉണ്ട്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളതെല്ലാം നമുക്ക് അതിലൊന്ന് കാണിച്ചു നോക്കാം. ഇവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 5 കോളംസ് വരക്കും. ഒന്നാമത്തെ കോളം പർട്ടിക്കുലർ, രണ്ടാമത്തെ കോളത്തിൽ 2015 എമൗണ്ടും, മൂന്നാമത്തെ കോളത്തിൽ 2016. ദെൻ എഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ, ഈ ഒരു 2 വർഷത്തെ എമൗണ്ടിലുള്ള മാറ്റങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതാണ് ആ 2 കോളത്തിൽ ലാസ്റ്റ് 2 കോളത്തിൽ കാണിക്കുന്നത്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യ കോളത്തിലും രണ്ടാമത്തെ കോളത്തിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലുമാണ് കാണിക്കുന്നത്. അതിൽ ഐറ്റംസ് എടുത്ത് എഴുതാം. ആദ്യം കറണ്ട് അസറ്റ്, നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നൽകിയിട്ടുള്ള കറണ്ട് അസറ്റ് ഏതൊക്കെയുണ്ട്? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ഈ 3 ഐറ്റംസ് എന്താണ്? കറണ്ട് ആയിട്ടാണ്. പ്ലാന്റ് എന്താണ്? ഫിക്സഡ് ആണ്, അതുകൊണ്ട് അത് കറണ്ട് അസറ്റ് അല്ല. ഈ 3 ഐറ്റംസ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ഈ 3 ഐറ്റംസ് എന്താണ്? കറണ്ട് ഐറ്റംസ് ആണ്. ഇതിലുള്ള എമൗണ്ടുകൾ നമുക്ക് 2 വർഷത്തേതും എടുക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കുക, സ്റ്റോക്ക് 60,500ഉം 68,000ഉമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ദെൻ ഡെപ്റ്റേഴ്സ് 90,500 ഉള്ളത് 85,000 ആയിട്ടുണ്ട്, അവിടെ ഒരു ഡിക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ ക്യാഷ് 71,500 ഉള്ളത് 1,35,000 ആയിട്ടുണ്ട്, ഇവിടെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് എടുത്തെഴുതാം. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു ഷെഡ്യൂളിലേക്ക് നമുക്കൊന്ന് എടുത്തെഴുതാം. ഇവിടെ സ്റ്റോക്ക് 60,500 2015 നമ്മൾ പ്രോബ്ലത്തിൽ കണ്ടു. ദെൻ 68,000 ആയി 2016. ഈ എമൗണ്ടിൽ നമുക്കറിയാം എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റലിൽ. ഇപ്പോൾ 60,500 68,000 ആയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്കുണ്ടായിട്ടുള്ള വർധനവ് എത്രയാണ്? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലേ, 7,500. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതിൻ്റെ താഴെ നമ്മൾ എഴുതി, ഡിക്രീസിങ് അല്ല, അതുകൊണ്ട് ഇൻക്രീസിങ്ങിലാണ് എഴുതി. ദെൻ ഡെപ്റ്റേഴ്സ് എത്രയായിരുന്നു? 9,500 ഉള്ളത് 85,000 ആയി. 9,500 അല്ല, 90,500 ഉള്ളത് 85,000 ആയി. അതിൽ
നമുക്ക് കുറവാണ് ഉണ്ടായത് അല്ലേ? 90,500 85,000 എത്ര കുറവ് വന്നത്? 5,500 ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് അത് അവസാനത്തെ കോളത്തിൽ കാണിച്ചു. ദെൻ ക്യാഷ് 71,500 ഉള്ളത് 1,35,000 ആയി. 63,500 രൂപ ഇൻക്രീസ് വന്നു. അതുകൊണ്ട് ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കാണിച്ചു. ദെൻ ഇതിൻ്റെ ടോട്ടൽ 2 വർഷത്തെയും ടോട്ടൽ 2,22,500 2,88,000 ടോട്ടലുകൾ ലഭിച്ചു. ഇനി എന്ത് ചെയ്യാം? കറണ്ട് ലയബിലിറ്റീസ്, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കുള്ള കറണ്ട് ലയബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സ് എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് ആണ് അല്ലേ? ഷെയർ ക്യാപിറ്റൽ കറണ്ട് ലയബിലിറ്റി ആണോ? അല്ല. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കറണ്ട് ലയബിലിറ്റി ആണോ? അല്ല. അപ്പോൾ എന്ത് നമുക്ക് മാത്രമേ ഉള്ളൂ? ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാനുള്ളൂ. അതും അവിടെ ഷെഡ്യൂളിൽ നമുക്ക് കാണിക്കാം. ഇവിടെ ക്രെഡിറ്റേഴ്സ് എമൗണ്ട് നമ്മൾ കാണിച്ചു. 2015 53,000 ആയിരുന്നു. 2016 അത് 35,000 ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറവാണ് അല്ലേ? കുറവ് മീൻസ് 53,000 ഉള്ളത് 35,000 ആയിട്ട് കുറഞ്ഞു 2016. അതിൻ്റെ അർത്ഥം എന്താ? ലയബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് എങ്ങനെയാണ് ബാധിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ചെയ്യുക. ഇപ്പോൾ മുകളിലുള്ള അസറ്റുകളായിരുന്നു മുകളിൽ നമ്മൾ പറഞ്ഞത്. ഈ 3 ഐറ്റംസ് അസറ്റുകൾ 2015 ഉള്ളതിനേക്കാൾ 2016 കൂടിയപ്പോൾ അത് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ലയബിലിറ്റി നേരെ മറിച്ചാണ്. 2015 ഉള്ളതിനേക്കാൾ 2016 ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഡിക്രീസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ എന്താണ്? 2015 ഉള്ളതിനേക്കാൾ കുറവാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ്. ലയബിലിറ്റി കുറയുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, അസറ്റ് കുറയുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ കുറയും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഇതിലെ ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ നമുക്കൊരു 53,000 ഉള്ളത് 35,000 ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ അതൊരു ഇൻക്രീസ് ആയി. കാരണം ലയബിലിറ്റി കുറഞ്ഞപ്പോൾ 18,000 രൂപ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആ ഐറ്റം മാത്രമേ കറണ്ട് ലയബിലിറ്റീസിലുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് ക്യാപിറ്റൽ കാണണം അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? കറണ്ട് അസറ്റ്, ഈ ഒരു കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റീസിലുള്ള 53,000 ഇതിൽ നിന്ന് 53,000 കുറക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓക്കെ. രണ്ട് എമൗണ്ട് കുറക്കുന്ന സമയത്ത് നമുക്ക് 1,69,500 2,53,000 ലഭിച്ചു. ഇതാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. 2015 2016 ഉള്ള വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഏതിലാണ് കൂടുതൽ? 2016 2,53,000 ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ആ 2,53,000 കൂടുതലുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. കൂടുതലുള്ള എമൗണ്ട് ബാലൻസിങ് ഫിഗർ ടോട്ടലായിട്ട് എടുത്ത് എഴുതുക. രണ്ട് വശത്തേക്ക് അത് തന്നെ എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ഇപ്പം ഏത് വശത്താണോ കുറവുള്ളത് ആ വശത്തായിരിക്കും ബാലൻസിങ് ഫിഗർ വരിക. ഇവിടെ 2015 എമൗണ്ട് കുറവ് വന്നത്, അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ബാലൻസിങ് ഫിഗർ എഴുതി. ബാലൻസിങ് ഫിഗർ 2015 നമ്മൾ കാണിച്ചു. അത് 2015 എന്താണ്? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മളത് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കേസ് മാത്രം കേട്ടോ, അത് നമ്മൾ എവിടെ കാണിക്കുക? ഈ ഒരു കോളത്തിലാണ് ആ എമൗണ്ട് കാണിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് ഇനി എങ്ങോട്ടേക്കാണ് ഈ ഒരു എമൗണ്ട് എടുക്കുന്നത് എന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ഒരു എമൗണ്ട് നമ്മളിനി എവിടെ എടുക്കും? നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് കാണിക്കാം. നമ്മുടെ പ്രോബ്ലം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് ആദ്യം എന്ത് ചെയ്തു? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എന്താണ്? നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമുക്കുള്ള പ്രോഫിറ്റ് അഥവാ ഇൻകംസ് എന്തൊക്കെയെന്നുള്ളത് നോക്കാം. അതാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടോ നമുക്ക് ഉണ്ടാക്കാമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ എന്ത് തന്നിട്ടുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് രണ്ട്
എമൗണ്ട് നൽകിയിട്ടുണ്ടല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് 2015 എമൗണ്ട് എന്ത് ആയിട്ട് എടുക്കാം, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുക്കാം. ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 2 എമൗണ്ട് ഉണ്ട്. അതിൻ്റെ എമൗണ്ടുകൾ 2015 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അഥവാ ബാലൻസ് ബ്രോഡ് ഓൺ ആയിട്ട് എടുക്കാം. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എന്ത് എടുക്കാം, 2016 എമൗണ്ട് എടുക്കാം, ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ഈ 2 എമൗണ്ട് നമുക്കതിൽ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്രയെന്ന് നമുക്കറിയില്ല, പക്ഷേ ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ് നമുക്ക് കാണേണ്ടതുള്ളത്. അങ്ങനെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ കൂടുതലുള്ള എമൗണ്ട് നമുക്ക് എടുക്കാം. ഈ ഒരു ഇത് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഏത് വശത്താണോ കൂടുതലുള്ളത് എന്ന് നോക്കുക. ഒരു വശത്ത് ഡെബിറ്റ് സൈഡിൽ 15,500 ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ 7,000 ആണുള്ളത്. അപ്പോൾ കൂടുതലുള്ളത് ഡെബിറ്റ് സൈഡിലാണ്, 15,500. അതെടുത്തിട്ട് 2 വശത്തേക്കും നമ്മൾ എഴുതും. ഇനി എന്ത് ചെയ്യും, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 7,000 ഉള്ളൂ. അപ്പോൾ ആ ഒരു ബാലൻസ് എമൗണ്ട് എന്തായിരിക്കും, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആകണം. ബാലൻസിങ് ഫിഗർ ആണ് നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത് ക്രെഡിറ്റ് സൈഡിലാണ് വന്നത്. ദെൻ മേ ബി ചിലപ്പോൾ ഡെബിറ്റ് സൈഡിലും വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഫിഗർ മൈനസ് ഫിഗർ വരികയാണെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് സൈഡിലേക്കും വരും. അപ്പോൾ അതും നമുക്ക് കിട്ടി. ഇപ്പോൾ 2 ഐറ്റംസ് കിട്ടി, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ചസും കിട്ടി, ദെൻ ഫണ്ട് ഫ്രം ഓപ്പറേഷനും ലഭിച്ചു. ഇനി എന്താണ് ലാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ അഥവാ നമ്മുടെ സോഴ്സും അപ്ലിക്കേഷനും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അതാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരക്കുന്നു. അതിൽ ഒരു വശത്ത് സോഴ്സും മറുവശത്ത് അപ്ലിക്കേഷനും എഴുതുന്നു. ഇനി ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാം. ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ഐറ്റംസ് നമ്മൾ എടുത്തതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ സ്റ്റോക്ക് എടുത്തു, ഡെപ്റ്റേഴ്സ് എടുത്തു, ക്യാഷ് എടുത്തു, ക്രെഡിറ്റേഴ്സ് എടുത്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു. ഇനി നമ്മൾ ഇവിടെ എടുക്കാത്തത് 2 ഐറ്റംസ് ഉണ്ട്. ഒന്ന് ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ പ്ലാന്റും. ഇവിടെ പ്ലാന്റ് ശ്രദ്ധിക്കുക, 37,500 ഉള്ളത് 2016 ആയപ്പോൾ 50,000 ആയിട്ടുണ്ട്. അപ്പം വർധനം ഉണ്ടായിട്ടുണ്ടല്ലേ പ്ലാന്റിൽ. 37 50 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വർധനവ് ഉണ്ടായെന്ന് പറഞ്ഞാൽ പ്ലാന്റ് കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പുറമേക്ക് കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഷെയർ ക്യാപിറ്റൽ 2,00,000 2,87,500 ആയിട്ടുണ്ട്. അപ്പം ഷെയർ പുതുതായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പം ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും, ഇവിടെ ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കും. അതാണ് ഇവിടെ ശ്രദ്ധിച്ചോ. സോഴ്സിൽ ഇഷ്യൂ ഓഫ് ഷെയർ അല്ലേ, 2,00,000 ഉണ്ടായിരുന്നത് 2,87,500 ആയി. അപ്പോൾ ആ ഒരു വർധനവ് മാത്രമാണ് നമ്മളിവിടെ കാണിച്ചത്. ടോട്ടൽ എമൗണ്ട് അല്ല, എത്രയാണോ വ്യത്യാസം ആ ഒരു എമൗണ്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ ആ ഒരു പ്രോബ്ലത്തിലേക്കൊന്ന് പോവാം. ബാലൻസ് ഷീറ്റ് ശ്രദ്ധിക്കുക. ബാലൻസ് ഷീറ്റിൽ നമുക്കുണ്ടായിരുന്ന എമൗണ്ട് 2 lakh ആയിരുന്നു. ആ 2 lakhലേക്ക് എത്രയാണ് കൂടിയത്, 87,500. ഈ ഉണ്ടായിട്ടുള്ള ഒരു വർധനവ് മാത്രമാണ് നമ്മളവിടെ കാണിക്കുന്നത്, ടോട്ടൽ എമൗണ്ട് അല്ല. അതൊന്ന് മനസ്സിലുണ്ടാവണം. അപ്പോൾ ശ്രദ്ധിക്കുക, 87,500 അവിടെ കാണിച്ചു. ദെൻ പ്ലാന്റ് വർധനവ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. 12,500 രൂപ അവിടെ അധികം വന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം ഇവിടെ നമ്മൾ എഴുതു. പർച്ചേസ് ഓഫ് പ്ലാന്റ് എന്നുള്ള എമൗണ്ട് 12,500 കാണിച്ചു. ഇനി നമ്മുടെ ഷെഡ്യൂളിൻ്റെ ഫോർമാറ്റ് ഇന്നലെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ അതിൽ എഴുതിയിരുന്ന 2 ഐറ്റംസ് ഉണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ സോഴ്സ് ആയിട്ടാണ് നമ്മൾ കാണിക്കാറ്. ദെൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് അപ്ലിക്കേഷൻ ആണ് കാണിക്കുക. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ എവിടെ കാണിച്ചുള്ളൂ, സോഴ്സ് ആയിട്ടായിരുന്നു കാണിക്കുക. ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ട് അപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ കാണിച്ചത്. അതുപോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയതുകൊണ്ട് അത് സോഴ്സ് ആയിട്ടാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ആ 2 ഐറ്റംസ്, ഒന്ന് ഈ ഒരു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്, നമ്മുടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള ഈ ഒരു 8,500. അതുപോലെ ഈ ഒരു ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ 83,500 ഇവിടുന്ന് ലഭിച്ചത് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ച്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു 83,500 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ 2 ഐറ്റംസും നമ്മൾ അവിടെ എഴുതുന്ന സമയത്ത് നമുക്ക് ഇനി ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 2 ഭാഗവും ടാലി ആയിട്ട് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ എഴുതുമ്പോൾ മാത്രമാണ് അത് ടാലി ആകുന്നത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ വർക്കിംഗ് ക്യാപിറ്റൽ
ചേഞ്ചസ് വന്നത് നമ്മളിവിടെ കണ്ടല്ലോ 83,500. ആ എമൗണ്ട് എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വന്നത് എന്നാണ് ഇവിടെ ഈ ഒരു സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത്രയും ചെയ്താൽ നമ്മുടെ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇത്രയും നമുക്കതിൽ ചെയ്യാനുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷനാണ് കാണാൻ പറഞ്ഞത്. അങ്ങനെ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ കാണാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഒരു സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ ഈ ഒരു ഫിക്സഡ് അസറ്റിൽ വന്ന മാറ്റങ്ങളും അതുപോലെ ഷെയറിൽ വന്ന മാറ്റങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇതിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനുള്ള അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ നമ്മളത് കാണേണ്ടി വരും. അപ്പോൾ അതും പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണോ ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റലാണോ എന്ന് അറിയണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും വരയ്ക്കേണ്ടി വരും. അതും മനസ്സിലാക്കുക വെക്കുക. അപ്പോൾ ആ മൂന്നും നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എത്രയെന്ന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിൽ ഓരോരോ ഐറ്റംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് സ്വന്തമായിട്ടൊന്ന് പഠിച്ചു നോക്കാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. എന്തിൻ്റെ മൊത്തത്തിലല്ല, ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എക്സാമ്പിൾ മാത്രം ഒന്ന് കാണിച്ചു തരാം. ചെറിയൊരു പ്രോബ്ലം നൽകിയിട്ടുണ്ട്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അല്ല, നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എത്ര കിട്ടി എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫ്രം ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്ര എന്നുള്ളത് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ഐറ്റംസ് നൽകിയിട്ടുണ്ട്. സാലറീസ് 5,000, റെൻറ്റ് 3,000, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് 5,000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 3,000, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് 2,000, ഗുഡ്വിൽ റിട്ടേൺ ഓഫ് 3,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 4,000, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് 6,000, നെറ്റ് പ്രോഫിറ്റ് ടേക്കൺ ടു ബാലൻസ് ഷീറ്റ് 24,000. 3 ഐറ്റംസ് അവിടെ നൽകിയത്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് എത്ര? 50,000. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിങ്, അതിൽ ബുക്ക് വാല്യൂ ഉണ്ട്, അതുപോലെ സോൾഡ് ഫോർ ഉണ്ട്. അതിൽ നമുക്ക് 10,000 രൂപയുള്ള ഒരു ബിൽഡിങ് 15,000 രൂപക്ക് വിറ്റു. അപ്പോൾ എന്താണ്, ഒരു 5,000 രൂപ നമുക്ക് അങ്ങനെ ഒരു വരുമാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റ് എല്ലാം നൽകിയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് ഇവിടെ നൽകിയത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനുള്ള ഒരു രൂപം, അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ഡെബിറ്റ് ചെയ്ത ഐറ്റംസ് നമ്മുടെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളതോ ഇല്ലാത്തതും എല്ലാം നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യാനും ലെസ് ചെയ്യേണ്ടത് ലെസ് ചെയ്ത് ഒക്കെ ചെയ്തത് ഓർമ്മയുണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഈ ഒരു പ്രോബ്ലം ഏതൊക്കെ ഐറ്റംസാണ് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസാണ് ലെസ് ചെയ്യേണ്ടതെന്ന് ആദ്യം പഠിക്കുക തന്നെ ചെയ്യുക. നമ്മൾ ഇന്നലെ ചെയ്ത ക്ലാസ് ജസ്റ്റ് ഒന്ന് മറിച്ച് വെക്കുക അറിയാത്തവരുണ്ടെങ്കിൽ. എന്നിട്ട് ഈ ഒരു പ്രോബ്ലം ഒന്നുകൂടി വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കുക. അപ്പം എന്തായാലും കിട്ടും. ഏതായാലും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. 1 അല്ല 2 ചെയ്ത് കഴിഞ്ഞു, ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട്. ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രോബ്ലം ശ്രദ്ധിച്ചോ, അതിൻ്റെ ആൻസറും കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം എന്ത് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ് നൽകിയിട്ടുണ്ട് അല്ലേ? എത്രയാണ് നൽകിയത്? 24,000 രൂപ നെറ്റ് പ്രോഫിറ്റ് നൽകിയിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നമ്മൾ എടുത്ത് ചെയ്തു. എന്നിട്ടോ ആഡ് നോൺ ഓപ്പറേറ്റിംഗ് ഡെബിറ്റ്സ് ആൻഡ് നോൺ ഫണ്ട് ഐറ്റംസ്. അഥവാ നോൺ ഫണ്ട് ഐറ്റംസ് നമ്മുടെ ഈ ഒരു ഡെബിറ്റ്സ് സൈഡിൽ നൽകിയിട്ടുണ്ട്. ഒരുപാട് എക്സ്പെൻസുകൾ നൽകിയിട്ടുണ്ട്. ആ എക്സ്പെൻസിൽ നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നതല്ലാത്ത ഐറ്റംസ് ഉള്ള ഇതെല്ലാം എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ ഓഫ് ഓൺ പ്ലാന്റ് ഉണ്ട് അല്ലേ? അത് തിരിച്ചിതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. എത്രയാണ്? 5,000. ദെൻ ഈ ഒരു പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഒക്കെ എന്താണ്? നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത് നമ്മൾ ഒന്നും എടുക്കണ്ട. ദെൻ പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് 2,000 അത് നമ്മൾ എടുക്കുന്നു. ദെൻ പിന്നെ ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ഈ ഒരു എമൗണ്ട് 3,000 എടുക്കുന്നു. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നല്ല, അതുകൊണ്ട്
അവിടെ ആ ഒരു എമൗണ്ടും ദെൻ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അതും ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല, അതുകൊണ്ട് അതും നമ്മളവിടെ എമൗണ്ട് ആഡ് ചെയ്ത് കാണിക്കുന്നു. അങ്ങനെ ഈ ഒരു ടോട്ടൽ എമൗണ്ട് ആഡ് ചെയ്താൽ 20,000 രൂപയാണ്. അത് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ടോട്ടൽ 44,000 രൂപ ലഭിക്കും. ഇനി അതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെ ലെസ് ചെയ്യാനുള്ളത്? നോൺ ഓപ്പറേറ്റിംഗ് ക്രെഡിറ്റ് അഥവാ നമ്മുടെ ഇൻകംസ്. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ആണല്ലോ ആഡ് ചെയ്തത്. ഇൻകംസ് ഉണ്ട്, നോൺ ഓപ്പറേഷൻ്റെ ഭാഗമല്ലാത്ത ഇൻകംസ്. ഈ ഒരു പ്രോബ്ലത്തിൽ ക്രെഡിറ്റ് സൈഡിലുണ്ടാവും ഇൻകംസ്. ഇവിടെ നോക്കുക, അതിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് അല്ലേ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബുക്ക് വാല്യൂ എത്രയായിരുന്നു? 10,000 ആയിരുന്നു. വിറ്റ് എത്ര രൂപക്കാണ്? 15,000 രൂപക്കാണ് വിറ്റത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു 5,000 രൂപ എന്തിട്ടുണ്ട് അവിടെ ഒരു ഇൻകം അല്ലേ. ആ ഒരു ഇൻകം എന്താണ്? നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ലഭിച്ചാണോ? അല്ലല്ലോ, ഫിക്സ്ഡ് അസറ്റ് വിറ്റപ്പം ലഭിച്ചല്ലേ. എന്താണ്? ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഓക്കെ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിങ് 5,000 അതിൽ ലെസ് ചെയ്ത് കാണിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ഐറ്റംസ് നമ്മുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള ഐറ്റംസ് ഒന്നും നമുക്കതിൽ വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഈ ഒരു ആഡ് ചെയ്ത ഐറ്റംസ് 44,000 കിട്ടി നമുക്ക്. അതിൽ നിന്ന് ഈ ഒരു ലെസ് ചെയ്യാനുള്ള ഐറ്റം 5,000 രൂപ കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ട് 39,000 രൂപ അതാണ് എന്ത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ചോദിച്ചത് എന്തായിരുന്നു? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരുന്നു. കാൽക്കുലേറ്റ് ദ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫ്രം ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നായിരുന്നു നമ്മളോട് ചോദിച്ചത്. നമുക്ക് ഇവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ലഭിച്ചു 39,000 രൂപ. ഇത്രയുമാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മറ്റു പ്രോബ്ലംസായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങളിത് നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, നാളെ വീണ്ടും കാണാം.